നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ IPO വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 3-ാം തീയതിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ജൂലൈ 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. 1952.03 കോടി രൂപയുടേതാണ് ഈ ഇഷ്യൂ. സാമാന്യം വലിയ ഒരു ഇഷ്യൂ തന്നെയാണ് എന്ന് പറയാം. 800 കോടി രൂപയുടേതാണ് ഫ്രഷ് ഓഹരികൾ. ബാക്കിയുള്ളത് എല്ലാം തന്നെ ഓഫർ ഫോർ സെയിലാണ്. അപ്പം നമുക്ക് ഈ കമ്പനിയുടെ, അതായത് എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് കടക്കാം. എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അതായത് വേരിയസ് ക്രിട്ടിക്കൽ തെറാപ്യൂട്ടിക് ഡൊമൈൻസിന് ആവശ്യമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് അത് ഡെവലപ്പ് ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രോഡക്റ്റ്സ് പോകുന്നുണ്ട്. അത് 1981 ഈ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആകുന്നത്. ഇവരുടെ രജിസ്ട്രേഡ് ഓഫീസ് പൂനെയാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ R&Dക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന കമ്പനിയായിട്ടുള്ള എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി 70ഓളം രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രോഡക്ട്സുകൾ കയറ്റി അയക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് പുറമെ യൂറോപ്പ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളടക്കം 70ഓളം രാജ്യങ്ങളിലേക്കാണ് ഇവരുടെ പ്രോഡക്റ്റുകൾ പോകുന്നത്. പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ബയോതെറാപ്യൂട്ടിക് മെഡിസിൻസ്, പിന്നെ ഓറൽ മെഡിസിൻസ്, അതുകൂടാതെ ഇഞ്ചക്ഷൻസിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, ഇതെല്ലാം തന്നെ ഇവരുടെ പ്രോഡക്റ്റുകളിൽ പെടുന്നുണ്ട്. ഇന്ത്യയിൽ ഡൊമസ്റ്റിക് സെയിൽസിൻ്റെ കാര്യത്തിൽ 13ാമത്തെ റാങ്കാണ് എംക്യൂർ ഫാർമയ്ക്കുള്ളത്. 2023 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 53.16% വരുമാനം, കമ്പനിയുടെ ടോട്ടൽ വരുമാനവും ഇന്ത്യയിലെ സെയിൽസിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, 2019നും 2023നും ഇടയിലുള്ള കമ്പനിയുടെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടല്ലോ, CAGR, അത് 10.8% മുകളിലാണ്. അതായത് ശരാശരി, അതായത് മെഡിക്കൽ ബിസിനസ്സിൻ്റെ ശരാശരിയേക്കാൾ അല്പം മുന്നിലാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു കാര്യം, 220ഓളം പേറ്റൻറ്റുകൾ എംക്യൂർ ഫാർമയ്ക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, 102 ഡ്രഗ് മാസ്റ്റർ ഫയൽസ് അവർ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന് മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 30ഓളം പേറ്റൻറ്റുകൾ വിവിധ രാജ്യങ്ങളിലായിട്ട് ഇപ്പോൾ പെൻഡിങ്ങിൽ ഇരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ 6 ലൈസൻസുകൾ കൂടി, അല്ലെങ്കിൽ പേറ്റൻറ്റുകൾ കൂടി കമ്പനിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിവിധ സ്ഥലങ്ങളിലായിട്ട് 13 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസാണ് കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ വളരെ സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്താണ് അതിൻ്റെ സെയിൽസിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എംക്യൂർ ഫാർമയുടെ പ്രൊമോട്ടേഴ്സിനെ നോക്കൂ. സതീഷ് രാംലാൽ മേത്ത, അദ്ദേഹമാണ് പ്രധാന പ്രൊമോട്ടർ. സതീഷ് രാംലാൽ ഇതിൻ്റെ CEOയും മാനേജിംഗ് ഡയറക്ടറുമാണ് ഈ ചിത്രത്തിൽ കാണുന്നയാളാണ്. സുനിൽ രജനീകാന്ത് മേത്തയാണ് മറ്റൊരു പ്രൊമോട്ടർ. പിന്നെ പ്രശസ്തിയായിട്ടുള്ള നമിത വികാസ് താപ്പർ ഇതിൻ്റെ പ്രൊമോട്ടറാണ്. സമിത് സതീഷ് മേത്ത ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൊമോട്ടറാണ്. ഇവരുടെ കൈവശം 98.9% ഓഹരികളും ഉണ്ട് ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. പിന്നെ മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ഇതിൽ 1152.03 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽ ഉണ്ട് ഈ ഇഷ്യൂവിനോടൊപ്പം തന്നെ. ആ ഓഫർ ഫോർ സെയിലിൽ പ്രധാനമായിട്ടും ഓഫ്ലോഡ് ചെയ്യുന്നത് BC ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫോർ എന്നൊരു ഫണ്ടാണ്. അവർ 2.36 crores വരുന്ന ഓഹരികൾ ഓഫ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് 13.07% വരും ഇത്രയും ഓഹരികളെന്ന് പറയുമ്പോൾ. ഈ ചിത്രത്തിൽ കാണുന്ന നമിത താപ്പർ ഇതിൻ്റെ ഒരു പ്രൊമോട്ടറാണ്. അവരെ ടെലിവിഷൻ പ്രേക്ഷകരിൽ പലർക്കും സുപരിചിതയായിരിക്കാം. സോണി എൻ്റർടൈൻമെൻറ്റ്സിൽ, അല്ലെങ്കിൽ സോണി ചാനലിൽ ഷാർക്ക് ടാങ്ക് എന്നുള്ളൊരു ബിസിനസ് പ്രോഗ്രാമിലെ പ്രധാന ഷാർക്കുകളിൽ ഒരാളാണ് നമിത താപ്പർ. അവർ പ്രോഗ്രാമിൽ ഫാർമാ എന്നാണ് അറിയപ്പെടുന്നത്. ഫാർമാ, MA, അതായത് അമ്മ എന്നുള്ള അർത്ഥത്തിൽ. അവരുടെ കൈവശമുള്ള കുറേ ഓഹരികൾ അവർ ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അത് അവർ വാങ്ങിയ വിലയേക്കാൾ, അല്ലെങ്കിൽ തുടക്കത്തിൽ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഓഹരികളുടെ വിലയേക്കാൾ 293 ഇരട്ടി വിലയ്ക്കാണ് ഇപ്പോൾ നമിത താപ്പർ വിറ്റഴിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
ഇനി മറ്റു ചില പ്രധാന പോയിന്റ്സ് നോക്കാം. EPS 29.36, PE 36.66, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 16.87%, NAV 162.93 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇഷ്യൂഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കമ്പനി നടത്തുന്നത്? 800 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികൾ വിൽക്കപ്പെടുന്നുണ്ട്. അത്രയുമാണ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണം. അത് എന്തിനു വേണ്ടി വിനിയോഗിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതിൽ 600 കോടിയോളം രൂപ ഇവർ അവരുടെ പല കടങ്ങളും തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ ബാക്കിയുള്ള എമൗണ്ട് ജനറലായിട്ടുള്ള കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കപ്പെടും. ഇനി ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റലും JP മോർഗൻ, ജഫ്രി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെയാണ്. രജിസ്ട്രാർ ലിങ്ക്ഡ് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി MQR ഫാർമയുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികളും അവരുടെ PE റേഷ്യോ നമുക്കൊന്ന് പരിശോധിക്കാം. ഡോക്ടർ റെഡ്ഡീസ് ലാബ് 17.93, സിപ്ല 30.1, അൽക്കം ലബോറട്ടറീസ് 33.86, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽ 57.74, മാൻകൈൻ ഫാർമ 45.3, അബോട്ട് ഇന്ത്യ 47.43, JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ 50.49. MQR ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ 36.66 ആണ് PE റേഷ്യോ. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 2022 റവന്യൂ 5,918.86, 23 6,031.72, 24 6,715.24. അത് കൂടി വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെറ്റ് ഇൻകം നോക്കൂ, 702.56 കോടിയാണ് 2022. അടുത്ത വർഷമായപ്പോൾ 561.85 അവിടെ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ 2024 527.58 എന്ന് വീണ്ടും നെറ്റ് ഇൻകം കുറഞ്ഞിരിക്കുന്നു. അറ്റാദായത്തിൽ കുറവാണ് കാണുന്നത്. അതായത് 2023-24 വരുമ്പോൾ 23-24 വരുമ്പോൾ 11.33% റവന്യൂവിൽ വർധനവുണ്ടായിട്ടുള്ളതെങ്കിൽ അതേസമയം തന്നെ അറ്റാദായത്തിൽ 6.1% കുറവാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി MQR ഫാർമയുടെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇഷ്യൂ ജൂലൈ 3 മുതൽ 5 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 960 രൂപ മുതൽ 1008 രൂപ വരെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിലെ എംപ്ലോയീസിന്, ആ കമ്പനിയിലെ എംപ്ലോയീസിന് ഒരു ഓഹരിയിൽ 90 രൂപയുടെ വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്കില്ല. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന 800 കോടി രൂപയ്ക്കുള്ളതാണ്. ഓഫർ ഫോർ സെയിൽ 1152.3 കോടി രൂപയ്ക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ സൈസ് 1952.03 കോടി രൂപയ്ക്കുള്ളതാണെന്ന് പറയാം. ഇനി മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ടത് 14 ഓഹരികളാണ്. 14 ഓഹരികളാണ് ഒരു ലോട്ട്. അങ്ങനെ 14 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIസിനാണെങ്കിൽ 15 ലോട്ട് മുതൽ 70 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. ഇനിയും നമുക്കറിയേണ്ട മറ്റൊരു കാര്യം, 35% റീറ്റെയിലേഴ്സിന് കമ്പനി അപ്ലൈ ചെയ്യുന്നത് എന്നതാണ്. അത് ജൂലൈ 8 ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ലിസ്റ്റിംഗ് NSEയിലും BSEയിലും നടക്കും. അത് 10 ആയിരിക്കും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു ഏണിങ്സ് പരിശോധിക്കുമ്പോൾ ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഹരിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇവരുടെ ഇഷ്യൂവിൽ ഏകദേശം 600 കോടി രൂപ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 800 കോടിയിൽ 600 കോടി രൂപയും ഇവരുടെ കടബാധ്യതകൾ കൊടുത്തു തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവരുടെ പ്രധാന എക്സ്പെൻസുകളിൽ ഒന്നാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ്സ്. അപ്പോൾ അത് കുറയും എന്നുള്ളത് കൊണ്ട് തന്നെ ബോട്ടം ലൈനിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇടിവ് പരിഹരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, കമ്പനിയുടെ എക്സ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോഴാണ് നല്ല ഒരു ശതമാനം അവർ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. പ്രോഡക്ട്സ് 70ഓളം രാജ്യങ്ങളിലേക്ക് ഈ മരുന്നുകൾ കയറ്റി അയക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല 220ഓളം പേറ്റൻറ്റുകൾ ഉള്ളതിൽ 30 പേറ്റൻറ്റ് വിവിധ രാജ്യങ്ങളിലായിട്ട് കമ്പനിയുടെ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ അത് അവർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ മിഡ് ടേം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസ് അപ്പ് കൊടുക്കാനായിട്ട് മടിക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും
വളരെയധികം പ്രയോജനകരമാണ്. അത് കൂടാതെ തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.